Wait. Yes, you may start. No? സർ, ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നെ വിജയിപ്പിച്ച് ഈ സഭയിലെത്തിച്ച ചാലക്കുടിയിലെ എൻ്റെ വോട്ടർമാരോടും പൊതുസമൂഹത്തിനോടുമുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നതിനാണ്. സർ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി VB ജി റാംജി പദ്ധതി എന്ന് പേര് മാറ്റിയത് അതൊരു ബില്ലിൻ്റെ പേര് മാറ്റം മാത്രമല്ല സർ. സർ, വർത്തമാനകാല ഇന്ത്യയിൽ വളർന്നു വരുന്ന ഗാന്ധി വിരുദ്ധ ഗോഡ്സെ കൾട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ബില്ലിന്റെ പേര് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് ജീറാം പദ്ധതിയാക്കി മാറ്റും. സാർ, ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ ദേശീയ ബോധവും തിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ട BJPയുടെ അജണ്ടയാണ്. ആ അജണ്ട വർഗീയ അജണ്ടയാണ്. ആ അജണ്ട RSS അജണ്ടയാണ്. സാർ, ആ അജണ്ട എതിർക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ എതിർക്കും. സാർ, ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്നതിന്, മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് ഗോഡ്സെയായിരുന്നു. സാർ, 2018 മീററ്റിലെ ഹിന്ദു മഹാസഭാ പ്രവർത്തകർ ഗോഡ്സെയെ തൂക്കിലേറ്റിയ നവംബർ 15-ാം തീയതി ബലിദാൻ ദിനമായി ആചരിച്ചു. സാർ, മീററ്റിന്റെ പേര് ഗോഡ്സെ നഗർ എന്നാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടു. 2019 മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി വധത്തിന്റെ പുനരാവിഷ്കരണം നടത്തി ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറി കൃത്രിമ തോക്ക് ഉപയോഗിച്ച് ഗാന്ധിയുടെ പ്രതിരൂപത്തിനെതിരെ വെടിവെക്കുകയുണ്ടായി. അതേ വർഷം ഒക്ടോബർ 2-ന് മധ്യപ്രദേശിലെ രേഖയിലെ ബാപ്പുവിന്റെ ചിത്രത്തിനു മുകളിൽ ചതിയൻ എന്ന് എഴുതി വെച്ചു. സാർ, ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പ്രസംഗിച്ച കമലഹാസനെതിരെ ചെരിപ്പെറിയാൻ തയ്യാറായ ഒരു വർഗീയ ശക്തി ഈ രാജ്യത്തുണ്ട്. എന്തിനധികം പറയുന്നു സാർ, ഗാന്ധിജി ജനിച്ച വാട്സാ ജില്ലയിൽ ഈശ്വരനല്ല തേരെ നാം എന്ന് ഗാന്ധിജി പഠിപ്പിച്ച സ്കൂളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരത്തിന് വേണ്ടി ഗോഡ്സെ എൻ്റെ മാതൃകാ പുരുഷൻ എന്ന വിഷയം കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട് അങ്ങനെ പ്രസംഗിച്ച വിദ്യാർത്ഥിക്ക് ഒന്നാം തയ്യാറായി. അത് മാത്രമല്ല സാർ, ബഹുമാനപ്പെട്ട മോഡിജി എപ്പോഴും മഹാത്മാഗാന്ധിയോട് കുറിച്ച് പറയും. 2 വർഷം മുമ്പ് ഗാന്ധിജിയുടെ സമാധാന പുരസ്കാരത്തിനായി ഗോഡ്പൂരിലെ ഗീതാ പ്രസിനെ തെരഞ്ഞെടുത്തു. ഇതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ മോഡിയായിരുന്നു. സാർ, ഗീതാ പ്രസിന്റെ ഉടമസ്ഥന്മാർ ഹനുമാൻ പ്രസാദ് പൊതുവാനും ജയ്വാൽ ഗോയൽക്കെ ഉൾപ്പെടെ സംഘപരിവാറിന്റെ കാൽനട പ്രചാരകർ എന്ന് വിശേഷിപ്പിക്കുന്ന ഗീതാ പ്രസിന് പുരസ്കാരം കൊടുത്തത് ഗാന്ധിയെ തമസ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സാർ, സാർ, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണ് സാർ മഹാത്മാഗാന്ധി ശ്രീ മൻമോഹൻ സിംഗിന്റെയും അതുപോലെ തന്നെ ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ നിയമം കൊണ്ടുവന്നത്. സാർ, ഈ നിയമം രാജ്യത്തെ വലിയ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക വിജയം സൃഷ്ടിച്ച ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നാടിന്റെ സുസ്ഥിരത വികസനത്തിനും അതുപോലെ തന്നെ ഈ പദ്ധതി പങ്കുവഹിച്ചു. ഗ്രാമീണ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തൊഴിലിന്റെ സ്വാധീനമുണ്ടായി. സാർ, ഈ മേഖലയിൽ പണിയെടുക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകളാണ്. ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇവിടെ ഈ നിയമം പാസാക്കുമ്പോൾ പലപ്പോഴും അത് വെട്ടിക്കുറയ്ക്കുന്നു. സാർ, അതിന്റെ സാമ്പത്തിക ഘടന മാറ്റുന്നു. സാർ, പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് ഈ സാമ്പത്തിക സഹായം നൽകി പാവങ്ങളിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടി മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. സാർ, നമുക്കറിയാം, ലോകത്ത് സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ പോലും ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ തയ്യാറായത് ഈ സാമ്പത്തിക നയമായിരുന്നു. ആ സാമ്പത്തിക നയത്തെയാണ് സാർ ഇന്ന് നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്. അത് തന്റെ ദർശനം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകിയ മഹാനാണ് സാർ മഹാത്മാഗാന്ധി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ നമ്മെ നയിക്കാൻ മാനവികതയുടെ ഹൃദയതാളവുമായി മാനവികതയുടെ ഉലകിൽ ഊതിക്കാച്ചിയെടുത്ത ഹൃദയതാളവുമായി ഇരുൾ മൂടിയ വഴികളിൽ വെളിച്ചം പകരാൻ ലോകത്തിന്റെ നെറുകയിൽ കാലം കൊളുത്താ വിളക്കാണ് സാർ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ ശോഭയെ, ആ മഹാത്മാഗാന്ധിയുടെ പദവിയെ ഒരു പേരുമാറ്റം കൊണ്ട് നശിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ കരുതരുത്. നിങ്ങൾ എത്രമാത്രം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ടും മഹാത്മാഗാന്ധിയുടെ പേര് ലോകത്തിന്റെ മുന്നിൽ, ജനകോടികളുടെ മുന്നിൽ ഒരു ആവേശമായി, ഒരു പ്രചോദനമായി, ആത്മാഭിമാനമായി ഇന്ന് നിലനിൽക്കുമ്പോൾ അത് ഏതെങ്കിലും ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഒരു ബില്ല് മാറ്റത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ പേരുകൾ തമസ്കരിക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഗാന്ധി ചരിത്രം
ഇന്ത്യയുടെ ചരിത്രമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. രാജ്യത്തിന്റെ ഓരോ ശ്വാസത്തിലും ഗാന്ധിജിയുടെ സ്പന്ദനമുണ്ട്. കാലാകാലങ്ങളായി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന സാംസ്കാരിക ലാവണത്തിൽ കയറി വർഗീയതയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും വിത്തുകൾ വിതച്ച് ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കാൻ വർഗീയ ശക്തികൾ ഇന്ത്യ രാജ്യത്ത് കാതോട്ട് നിൽക്കുമ്പോൾ ആ ശക്തികൾക്കെതിരെ പടപൊരുത്താൻ ആത്മപ്രചോദനം നൽകുന്നത് ഇന്ന് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളാണ്. ആ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ സാർ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. സാർ ഞാനൊരു കവിത ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. സാർ ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും മുഹമ്മദിൻ ധൈര്യവും ഒത്തുചേർന്ന് ഒരാളിൽ കാണുമെങ്കിൽ ചെല്ലുകിൻ നിങ്ങളുടെ ഗുരുവിൻ സന്നിധ്യത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ ചരിത്രം വായിക്കുവാൻ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നു, ആ ചരിത്രം നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ ഇത്തരത്തൊരു ബില്ലുമായി ഈ സഭയിൽ കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഈ സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ മന്ത്രി അവസാനം പറഞ്ഞ് ജയ് ശ്രീറാം ജയ് രാം എന്നാണെങ്കിൽ ഞാൻ ഈ ബില്ലിനെ എതിർന്നു. ആവേശത്തോട് പറയുന്നു, മഹാത്മാഗാന്ധി അമർ രഹേ, മഹാത്മാഗാന്ധി കീ ജയ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന നിങ്ങൾ ഈ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ബില്ല് മഹാത്മാഗാന്ധിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പേര് അറിയപ്പെടുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കാൻ നിങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥന Thank you.